പശ്ചിമേഷ്യൻ സംഘർഷം അവശ്യ വസ്തുക്കളുടെ ലഭ്യതയെ ബാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ പറഞ്ഞു. ഹോർമുസ് അടയ്ക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. നിരവധി ഇന്ത്യൻ നാവികർ ഹോർമുസ് കടലിടുക്കിലാണ്. സംഘർഷങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനും അമേരിക്കയും ഇസ്രായേലുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പാർലമെന്റിനെ അറിയിച്ചു. തൗഫീഖ് അസ്ലം ചേരുകയാണ് വിവരങ്ങളുമായി. തൗഫീഖ്, ഇപ്പോൾ ഇന്ത്യയുടെ ഒരുപാട് നാവികർ ഇപ്പോഴും ഹോർമുസ് കടലിടുക്കിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ, നയതന്ത്ര നീക്കത്തിലൂടെ പരിഹാരം കാണണം. അതോടൊപ്പം തന്നെയാണ് രാജ്യത്ത് ഇപ്പോൾ നമ്മൾ വലിയ ആശങ്കയോടെ കാണുന്ന പാചകവാതക ഇന്ധനക്ഷാമം, അതിൻ്റെ കരുതൽ അതുണ്ട് എന്ന് തന്നെയാണല്ലോ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ രാജ്യസഭയിൽ പറഞ്ഞത്. മഹേഷ്, ഇന്നലെ ലോക്സഭയിൽ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിലും ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സംഘർഷം അവശ്യ വസ്തുക്കളെ കാര്യമായി തന്നെ ബാധിച്ചുവെന്ന് പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിൽ അറിയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇന്ധനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. LPGയുടെ ലഭ്യത ഇപ്പോഴും രാജ്യത്ത് പഴയ സ്ഥിതിയിലേക്കായിട്ടില്ല. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവശ്യവസ്തുക്കളെ കാര്യമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയെ അറിയിച്ചത്. ഒപ്പം നിരവധി നാവികർ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴുമുണ്ട്. കാരണം ആ കപ്പലുകളിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെടെയുണ്ട്. കപ്പലുകൾ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പോന്നാൽ മാത്രമേ അവർക്ക് സുരക്ഷിതമായിട്ട് ഇന്ത്യയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഒപ്പം ഇറാനുമായി താൻ നിരന്തരം സംവദിക്കുന്നുണ്ട്. ചർച്ചകളിലൂടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് തന്റെ ആഗ്രഹം എന്ന് കൂടി പ്രധാനമന്ത്രി പറയുന്നുണ്ട്. കടലിടുക്ക് അടക്കുന്നതുമായി ബന്ധപ്പെട്ട് മോദിയുടെ ഭാഗത്തുനിന്നുകൊണ്ടൊരു വിമർശനം എന്ന നിലയിൽ പുറത്തു വന്നത് നിരന്തരം ഇത് അടച്ചിടുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തി അത് തുറന്നു കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഒപ്പം ഈ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ എതിർക്കുന്നുണ്ട്. അത്തരമൊരു ആക്രമണം ആരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി പറയുന്നു. നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രധാനമന്ത്രി പറയുകയുണ്ടായി. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ LPGയും ഇന്ധനങ്ങളും ഉൾപ്പെടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് ഇനിയും തുടരും. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലുമായി ഇപ്പോൾ LPG എത്തിക്കുന്നത്. നാളെയും മറ്റന്നാളുമായിട്ട് 2 LPG ടാങ്കറുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഇത് എത്തുന്നതോടുകൂടി നിലവിലത്തെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന് കൂടി പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഇന്നലെയുമൊക്കെയായിട്ട് ചില കപ്പലുകൾ എത്തിയിരുന്നു. കൂടുതൽ കപ്പലുകൾ വരും ദിവസങ്ങളിൽ എത്തുന്നതോടുകൂടി നിലവിലെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, തൗഫീഖ് തുടരണം. രാജ്യത്ത് റിഫൈനറികളുടെ പ്രവർത്തനം പൂർണ്ണശേഷിയിലെന്ന് പെട്രോളിയം മന്ത്രാലയം. ആവശ്യത്തിന് പെട്രോളും ഡീസലും സ്റ്റോക്കുണ്ട്.